ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2 സ്വാഗതം. മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനമാണ് കുന്നത്തൂർപ്പാടി. കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ സഹ്യപർവ്വതത്തിലെ കുടുംബമലയിൽ കടൽ നിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലായാണ് കുന്നത്തൂർപ്പാടി സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ കുന്നത്തൂർപ്പാടി ഉത്സവം ഇവിടെയാണ് നടക്കുന്നത്. ഇവിടെ മുത്തപ്പനായി ക്ഷേത്രം ഇല്ല. പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലാണ് ഉത്സവം നടക്കുന്നത്. കൊഴിഞ്ഞ ഇലകളും ഒരു വസന്തവും മലയും ഉരുളൻ പാറക്കല്ലുകളും വനവും പനമരങ്ങളും തനിക്ക് ധാരാളമാണെന്ന് മുത്തപ്പൻ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത്. മുത്തപ്പൻ്റെ പരമ്പരയായ മന്നാർ രാജവംശത്തിൻ്റെ രാജാധികാരത്തിൽ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ പ്രദേശം. മന്നനാർ രാജവംശത്തിന് കീഴിലെ ഇടപ്രഭുവായിരുന്ന കുന്നുമ്മൽ ഇടത്തിൽ തീയർ എന്ന പ്രഭുക്കന്മാരുടെ അവകാശ മേൽനോട്ടത്തിലായിരുന്നു ഈ പ്രദേശം. അവരിൽ നിന്നാണ് കുന്നത്തൂർപ്പാടി എന്ന പേര് ഉത്ഭവിച്ചത്. 1902 രാജവംശത്തിലെ അവസാനത്തെ മന്നനാർ രാജാവായ കുഞ്ഞിക്കേളപ്പൻ മന്നനാർ കൊല്ലപ്പെട്ടു. തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ രാജവംശത്തിന്റെ ഭൂമി പിടിച്ചെടുത്തു. തുടർന്ന് ക്ഷേത്രങ്ങളിൽ സ്വർണം പണയപ്പെടുത്തി നികുതി പിരിക്കാനുള്ള അവകാശം കരക്കട്ടിടം നായനാർ നേടി. തലശ്ശേരിയിലെ ബ്രിട്ടീഷ് കോട്ടയിൽ നിന്ന് ഈ പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അനുമതി നേടി. അതിനുശേഷം മന്നനാർ രാജവംശത്തിന്റെ കീഴിലുള്ള കുന്നത്തൂർപ്പാടി കരക്കട്ടിടം നായനാരുടെ നിയന്ത്രണത്തിലായി. അവർ നികുതി പിരിക്കാനുള്ള ഉത്തരവാദിത്തം വഹിച്ചു. സ്വാതന്ത്ര്യത്തിനു ശേഷം പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര പിടിച്ചെടുക്കാനും കരക്കാട്ടിടം നായനാർ ശ്രമിച്ചു. അവർ ബ്രിട്ടീഷുകാർക്കായി പ്രദേശത്തെ നികുതി പിരിച്ചതിനാൽ മടപ്പുരയുടെ അവകാശം തങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ടു. എന്നിരുന്നാലും പറശ്ശിനിക്കടവ് കുടുംബം കോടതിയെ സമീപിച്ചു. കരക്കാട്ടിടം നായനാരുടെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കോടതി വിധിച്ചു. എന്നിരുന്നാലും കരക്കാട്ടിടം കുടുംബത്തിലുള്ളവർ തന്നെയാണ് ഇവിടുത്തെ നടത്തിപ്പ് ഇപ്പോഴും ഉള്ളത്. കന്നിമാസത്തിൽ പുത്തരി വെള്ളാട്ടമാണ് ഇവിടെ നടക്കുക. ബാക്കി എല്ലായിടത്തും തുലാമാസത്തിൽ നടക്കുമ്പോൾ ഇവിടെ കന്നിമാസത്തിൽ നല്ല ദിവസം നോക്കിയിട്ടാണ് വെള്ളാട്ടം നടത്തുന്നത്. ധനു 2 ഉത്സവം തുടങ്ങുക. കാടിനു നടുവിൽ ഒരു തുറസായ സ്ഥലവും ഗുഹയും ഉണ്ട്. ഉത്സവ സമയത്ത് ഇവിടെ ഒരു താൽക്കാലിക മടപ്പുര കെട്ടിയുണ്ടാക്കുന്നു. അതാണ് ഉത്സവത്തിനുള്ള ശ്രീകോവിൽ. മടപ്പുരയുടെ പടിഞ്ഞാറ് വശത്തായി ഒരു കല്ലും പാറ കൊണ്ടുള്ള ഒരു പീഠവും ചെടി കൊണ്ട് നിർമ്മിച്ച ഒരു പീഠവും കാണാം. ഗുഹയ്ക്ക് ഇരുവശത്തുമായി 2 പനമരങ്ങളും ഉണ്ട്. വടക്കു വശത്തായി തിരുവങ്കടവ് എന്ന ഒരു നീരുറവയും ഉണ്ട്. ഉത്സവം തുടങ്ങുന്നത് ധനുമാസം 2 ഉത്സവം മകരം 2 അവസാനിക്കുന്നു. ഡിസംബർ മാസം മധ്യം മുതൽ ജനുവരി മധ്യം വരെ ആണ് ഇവിടുത്തെ ഉത്സവം. തന്ത്രിമാർ ഉത്സവത്തിന് ശുദ്ധീകരണ കർമ്മങ്ങൾ നടത്തുന്നു. പശുദാനം, പുണ്യാഹം, ഗണപതി ഹോമം, ഭഗവതി സേവ എന്നിവ നടക്കുന്നു. പുരളിമലയിൽ നിന്നാണ് മുത്തപ്പന്റെ മലയിറക്കൽ നടക്കുന്നത്. മറ്റെല്ലാ മടപ്പുരകളിലും പടിയിറക്കൽ നടക്കുന്നത് കുന്നത്തൂർപ്പാടിയിൽ നിന്നാണ്. തിരുവപ്പനെയും വെള്ളാട്ടവും ഒരുമിച്ച് പാടിയിൽ അവതരിക്കാറില്ല. പയ്യാവൂരിലെ എരുവാശ്ശേരി ഗ്രാമത്തിൽ പുരാതന കാലത്ത് അയ്യങ്കര എന്നൊരു രാജവംശത്തിന്റെ അരമന ഉണ്ടായിരുന്നു. നാടുവാഴിക്ക് കുട്ടികളില്ലായിരുന്നു. ശിവന് ബലിയായി അവർ പലതും അർപ്പിച്ചു. ഒരു ദിവസം സ്വപ്നത്തിൽ അഞ്ചരമനയ്ക്കൽ വാഴുന്നവരുടെ പത്നിയായ പാടിക്കുറ്റിയമ്മ ശിവനെ കണ്ട് അയ്യങ്കര വാഴും മന്നനാരുടെ ഭാര്യ പാടിക്കുറ്റി ശിവഭക്തിയായിരുന്നു. പാടിക്കുറ്റിയമ്മ തിരുവൻകടവ് എന്ന പുഴക്കടവിൽ കുളിക്കുമ്പോൾ ഒരു കുഞ്ഞ് വട്ടത്തോണിയിൽ ഒഴുകി വരുന്നത് കണ്ടു. ആ കുഞ്ഞിനെ അവർ കുട്ടിയായി എടുത്തു. ഇടതുമൂല താങ്ങി വലതു മുലപ്പാല് കൊടുത്തു എന്നാണ് പറയുന്നത്. എല്ലാവരും കൂടി ഇല്ലത്തേക്ക് കൊണ്ടുപോയി പാലും പഴവും കൊടുത്ത് ഈ കുട്ടിയെ വളർത്തി. ഈ കുട്ടി കോഴിയെയും മറ്റും കൊന്ന് പിടിച്ചുകൊണ്ടുവന്ന് മണം ഈ ഇല്ലത്ത് കേൾപ്പിക്കാൻ തുടങ്ങി. ഇല്ലത്ത് ഇതൊന്നും പറ്റില്ലല്ലോ. അയ്യങ്കര നായനാർ ഒരിക്കൽ ഇല്ലത്തമ്മയോട് കണ്ടു കിട്ടിയ മകൻ നിമിത്തം ഈ ഇല്ലത്ത് നിന്നുകൂടാത്ത അവസ്ഥയാണല്ലോ വന്നത്. കേൾക്കാത്ത മണം വരെ ഞാൻ കേട്ടു തുടങ്ങി. ഇനിയിപ്പോ ഈ ഇല്ലത്തിന് എന്നാ ചെയ്യുക? ഇതും കേട്ടോണ്ടാണ് ഇവർ വരുന്നത്. എന്തു പറഞ്ഞമ്മേ അയ്യങ്കര എന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല മോനെ എന്ന് അമ്മ പറഞ്ഞു. അമ്മയെ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒരു ചെവിയാലെ കേട്ടു. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന്
എനിക്ക് മലനാട് വരെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞ് ഇല്ലത്തേക്ക് കൊണ്ടുവന്ന പാലും പഴവുമെല്ലാം തച്ചു തകർത്തു. ചങ്ങാതി വേണ്ടേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ നല്ലോളം ചെന്നാൽ രണ്ടോളം പുലിക്കിടാവ് ചങ്ങായിയായി കിട്ടുമെന്ന് പറഞ്ഞു. ആയുധമായി വില്ലും ചുരുകിയുമായാണ് പിന്നെ മുത്തപ്പൻ അവിടെ നിന്ന് മലനാട്ടിലേക്ക് പോയത്. ആളുകൾ പേടിക്കുന്നുവെന്ന് കരുതി പൊയ്ക്കണ്ണ് തൊഴുതെടുത്ത് വാങ്ങിച്ച് അവിടെ മെയ്ക്കുവെല്ലി എന്നൊരു സ്ഥലമുണ്ട്. മെഴുക്കുവെല്ലി കോട്ട. അവിടെ നിന്ന് 4 പാട് നോക്കിയ ശേഷമാണ് ഏകർനൂർ മന കനകഭൂമി കുന്നത്തൂർപ്പാടി കണ്ട് കൊതിച്ചു. അങ്ങനെയാണ് കുന്നത്തൂർപ്പാടിയിൽ വന്നതത്രേ.